ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് കണ്ടപ്പോഴാണ് ഇത് കണ്ടോ, എൻ്റെ ബോളിൻ്റെ പാതി മുറിഞ്ഞുപോയി. വെള്ളം അങ്ങാണ്ട് കിടന്ന് മുറിഞ്ഞുപോയി. ഞാൻ പിന്നെ കുറേ ചെന്ന് എടുത്ത് കളഞ്ഞ് അങ്ങനെ ഞാൻ ഇതൊരു നമ്മുടെ പെയിൻറ്റിങ് ബോർഡ് ആക്കാനായിട്ട് പോവാണ്. സോ പെയിൻറ്റിങ് ബോർഡ് ആക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സൂപ്പറാക്കി എടുക്കണം. സോ ലെറ്റ്സ് ഡു. ഞാൻ ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. നമുക്ക് ഫസ്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതൊന്ന് പെയിൻറ്റിങ് ബോർഡ് ആക്കാനായിട്ട് നല്ല ക്രാഫ്റ്റ് ബോർഡ്സ് ഒക്കെ ആക്കാനായിട്ട് ക്രാഫ്റ്റ് ബോർഡ് നമുക്ക് പെയിൻറ്റിങ് ബോർഡ് ചെയ്യാം കേട്ടോ. രണ്ടും ചെയ്ത് വെച്ച് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അത് പശ വെച്ച് ഒട്ടിച്ചു. നമ്മളിത് കട്ട് ചെയ്യും. ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാം. സോ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെയും വിളിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണ്ടേ. സോ ഗോ. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടും കണ്ട് ഇത് ഇവിടെ ഇങ്ങനെയുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇതാണ്ട് ഇവിടെ ഇച്ചിരി ഒട്ടിക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒന്നും ബോർഡാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് പേപ്പർ വെച്ച് നമുക്കിവിടെ കവർ ചെയ്യണം. എന്താണെന്ന് വെച്ച് ഇതിനകത്ത് കവർ ചെയ്തിട്ട് വേറെ എന്തോ കളർ കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ചെയ്യാമെന്ന്, ഇങ്ങനെ കവർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാനിത് നേരെ കവർ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ ബാക്കി ഇച്ചിരി ഉണ്ട്. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്യാം. ഒരു സൈഡ് കവർ ചെയ്താൽ ഒട്ടും കൊള്ളത്തിലായിരിക്കും. ഒരു സൈഡ് മാത്രം ഇങ്ങനെ കവർ ചെയ്താൽ കൊള്ളത്തിലായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ ഒരു വട്ടം ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഫുള്ളും. അപ്പോൾ കുറേ പേപ്പർ വേസ്റ്റായെന്ന് അല്ല, ഇവളുടെ ഒരു വേസ്റ്റായി. എന്നാലും കുറച്ച് പേപ്പർ വേസ്റ്റായതല്ല, നമ്മൾ ചെയ്യാനല്ല ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് ആവത്തില്ല. വേസ്റ്റ് ചെയ്യാനല്ല നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇപ്പം ഇങ്ങനെ പൊട്ടിപ്പോയി വെറുതെ ആവശ്യം ഇതൊക്കെ എന്തിനടുത്ത് കളയുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ വെറുതെ എന്തിനാണ് പിന്നെ ആരാ നമ്മളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കയ്യിൽ ഇത് കിട്ടണം. നമ്മളില്ലേ ഇവിടെ ഇതൊക്കെ പെരുകിയ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചങ്ങ് വെച്ചിട്ടോ. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തു. കുറച്ച് നീളമായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഇത് ബാക്ക് സൈഡിൽ പോയിട്ട് ഇത് നല്ല അളവായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ഒക്കെ തുടങ്ങും. ഞാൻ ബാക്കും കവർ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ബാക്ക് കവർ ചെയ്യണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം. എനിക്കൊരു ചെറിയ മൂഡ് ഓഫ് പോലെ തോന്നി. ഞാൻ ബാക്ക് കവർ ചെയ്യും കേട്ടോ. ഞാൻ ബാക്കും കൂടെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ എന്താണ്ട് ഫൈനൽ റിസൾട്ട് ആയില്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്. ഇനി നമ്മൾ ബാക്ക് കവർ ചെയ്യുന്നില്ലേ. സോ ബാക്ക് നമുക്ക് ലാസ്റ്റ് കവർ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ബാക്കും കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബാക്ക് കവർ ചെയ്യാനായിട്ട് നല്ല പേപ്പർ ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയൊന്നും അല്ല, നല്ല പേപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു പേപ്പറിൽ ബാക്ക് ഇങ്ങനെയാണ് ഞാൻ ബാക്ക് കവർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കവറിങ് ദ ബാക്ക് സൈഡ്. അപ്പം ഞാനിവിടെ ഈ അറ്റത്ത് മാത്രം നമ്മളുടെ ഇത് കൊടുത്തിട്ട് അറ്റത്ത് മാത്രം കവർ ചെയ്യാണ് കേട്ടോ. അറ്റത്ത് മാത്രം കവർ ചെയ്താൽ പക്ഷെ അയച്ചിട്ട് പിന്നെ വിളിക്കുന്നതായിരിക്കും. സോ ബൈ ഗൈസ്. രാവിലെ നമ്മൾ തിരിച്ച് വന്നേക്കാണ്. ഇങ്ങനെ ഒട്ടിക്കണം എനിക്ക് കൺഫ്യൂഷൻ. ഞാൻ ഒട്ടിച്ചു വന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കത്തിയെടുത്ത് കട്ട് ചെയ്യാം. ഞാൻ എല്ലാം താഴെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഒരു ബെഡാണ് കേട്ടോ. ഞാൻ ഈ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുമല്ലേ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു റൂം കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ എവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. നല്ലോണം ഞാൻ ഇവിടെ കവർ ചെയ്തെടുത്തിട്ടോ. എന്നിട്ടും ചെറിയ ഒരു മൈ ഗോഡ് ഗൈസ്, ഒട്ടും ഇതില്ല, പശയില്ല. ഈ സൈഡിലൊക്കെയാണ് കോണോട് അടിച്ചു കൊടുക്കണം കേട്ടോ. നല്ല എത്തുള്ളൂ. അതായത് നമ്മൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഒരു പേന വെച്ചു.
ഇതാണ് ഗൈസ് നമ്മൾ നോക്കുന്ന സമയത്തൊന്നും കാണാക്കത്തില്ല. പേനുണ്ട് എന്നെ വേണ്ടിയിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ഇത് നല്ലോണം ആക്കാനായിട്ട് ഇത് ഇങ്ങനെ വരയിട്ട് കൊടുക്കുവാണേ. എൻ്റെ കയ്യിൽ ഈ പേന നേരത്തെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വേണമായിരുന്നു പേന. ഹോളിഡേ ഹോംവർക്കിൻ്റെ ഒരു വീഡിയോ അയച്ചായിരുന്നല്ലോ, മൈ ഹോളിഡേ ഹോംവർക്ക് എന്ന് പറഞ്ഞ്. ആ വീഡിയോയ്ക്കകത്ത് ഈ പേന ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാനായിട്ട് വാങ്ങിച്ച പേനയാണ് കേട്ടോ. ഇതല്ലോ ഒരാളിപ്പോൾ കയറി വരും. ഇതെങ്ങനെ വരയിട്ട് കൊടുക്കാം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ടാണ് ഞാൻ 1 ലൈൻ തന്നെ തിരഞ്ഞെടുത്തത് തന്നെ. ഇനി കുറച്ച് പിക്ചേഴ്സ് നമുക്ക് വെട്ടിയെടുത്തിട്ടൊട്ടിക്കാം. ക്രാഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം സ്റ്റിക്കർ ഉണ്ടാക്കി നോക്കാം. നമ്മൾ വിചാരിച്ചാണ് എന്താ മറ്റേ വീഡിയോ വയ്ക്കാത്തതെന്ന്. എന്താണെന്ന് വെച്ചാൽ മറ്റേ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പിക്കർ ഉണ്ടാക്കില്ലേ, അതിൻ്റെ കളറിങ് ചെയ്യുന്ന വീഡിയോ ഞാനത് ഗൈസ് ഓൾറെഡി കളർ ചെയ്തറിയാതെ കാണും. ആ സമയത്ത് ഈ ക്യാമറ ഇത് കണ്ടില്ലായിരുന്നു. ഇതെവിടെയോ പോയി കിടക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കറിഞ്ഞൂടാ എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. ഇതെവിടെയോ പോയി കിടന്ന് ഇപ്പോഴാണ് അത് കിട്ടിയത്. അപ്പം ഞാൻ ഇപ്പം ഇരുന്ന് അവളെടുത്തോണ്ട് പോയി എവിടെ കൊണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലങ്ങോട്ട് കൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഫ്ലാറ്റല്ലേ, അവർ കളിക്കുമ്പോഴേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീഴും. സോ ഇത് കളിക്കാൻ പോയതാണ്. അപ്പുറത്ത് കൊണ്ടിട്ട് പിന്നെ ഞാൻ എടുത്തോണ്ട് വന്ന് ഇപ്പോഴാണ് ഇപ്പോൾ വീടായിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ എത്രാമത്തെ വീഡിയോ ആണെന്ന്. ഓ മൈ ഗോഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ട ഇനി ആ പേപ്പർ യൂസ് ആവും നമുക്ക്. അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ടാണ് കേട്ടോ. ബ്ലാക്ക് പേന തന്നെ എടുക്കണം കേട്ടോ, ബ്ലൂ പേന എടുക്കല്ലേ. നല്ലത് ഇത് തന്നെ ഇങ്ങനത്തെ വരവരയായിരുന്നു. മറ്റേത് വരവരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഞാൻ ഒട്ടിച്ചപ്പോഴാണ് പിന്നെ ഹിന്ദി പേപ്പറിൻ്റെ പോലെയാണ് കേട്ടോ ഒട്ടിച്ചത്. അങ്ങനത്തെ ഇതാണ് മൂടാണ്. സോ ഇനി നമുക്ക് ഇതൊന്ന് വരയിട്ട് കൊടുക്കണേ. ഇത് വരയിടണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അത്രയ്ക്ക് കൊള്ളാൻ പക്ഷെ കാണാൻ ഞാൻ വരയിടുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സൂപ്പറല്ലേ. കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കത്രിക എടുത്തു ഗൈസ്. പിന്നെ നമ്മുടെ ഫിനിഷിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടോ? അപ്പം കേട്ടില്ലേ? ആ സൗണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിനുണ്ടോ എന്ന് പറയണേ. ഇവിടുത്തെ ഫ്രിഡ്ജിനും അത് കുറച്ച് സൗണ്ടുണ്ട്. എല്ലാ ഫ്രിഡ്ജിനും കാണും അതിൻ്റെ മോട്ടർ ഓണാക്കുന്നതിൻ്റെ സൗണ്ടായിരിക്കും തോന്നുന്നു. പണിപാടി ഞാൻ അറിയാതെ ഇവിടെ കട്ടി കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ടേപ്പ് കവായി ടേപ്പ് ഇടുന്നില്ലേയും കാണിച്ചാലും അതാണ് എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് പെട്ടെന്ന് വരുന്നതായിരിക്കും. നേരെ ഇതിൻ്റെ മേളിലങ്ങ് അപ്ലൈ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ സൗണ്ട് വന്നുണ്ടോ ഫ്രിഡ്ജിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. മറ്റേത് ഒന്നും കിടക്കത്തില്ല കേട്ടോ. ഇനി അതിനേക്കാളും നല്ലോണം നിങ്ങൾക്ക് വേണം എങ്കിൽ എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ തൻ്റെ വാഷി ടേപ്പ് തന്നെ ഇതുണ്ടോ ഇവിടെ ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പം നമുക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ വൃത്തികേടായി പോകത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്തു. ഇനി നമുക്ക് അവിടെ ഞാൻ കട്ട് ചെയ്യുന്നു. നല്ല കട്ട് ചെയ്യുന്നു. വാഷി ടേപ്പ് ചുറ്റി നമുക്ക് ഈ ടേപ്പിന് ഗ്ലിറ്റർ ടേപ്പ് എന്നാണ് പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ സൗണ്ടൊന്നും ശരിക്കും
അതുകൊണ്ടാണ് ഗ്ലീ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഗ്ലിറ്റർ അത്ര പറഞ്ഞു. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഓഫ് ദ ബോട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹൗ ഇസ് ദിസ്? ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. എൻ്റെ കുറച്ചിട്ട് ഇപ്പോൾ കുത്തിച്ച് എൻ്റെ ഹിന്ദി എഴുതാനുള്ള ഏക സ്ഥലം ഒട്ടിച്ച് സൂപ്പറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. Thank you for watching this video, and like and share and comment and subscribe in this video. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും.